മതി, ഒരുപാട് ദൂരെ പോണ്ട. അടുത്ത ദൂരെ വീഡിയോ ആണ് മാഷേ. എനിക്ക് ഇവിടെ തേയില നുള്ളുന്ന 2-3 ലേഡീസിന്റെ ഫോട്ടോ. അടിപൊളി വ്യൂ അല്ലേ? സ്കൈ ഒക്കെ നല്ല ചുവന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല, പക്ഷെ ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആയിട്ടാ. അപ്പോൾ നമ്മള് മണികളുടെ ആ ഒരു ടെമ്പിളിൽ നമ്മൾ തിരിച്ചു. അപ്പോൾ നമ്മൾ താഴെ ഒരു ടീ ഗാർഡൻ ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ വഴിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അവർ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ പുതിയൊരു ബൈക്ക് ഉണ്ട്, അപ്പോൾ ബൈക്ക് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തു. ഐഫോണിലുള്ള നല്ല ഫോട്ടോസ് അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിന്, കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു. അതുപോലെ നമ്മളെ ബൈക്കിൻ്റെ അടുത്ത് നിന്നല്ലേ കുറേ ഫോട്ടോസ് നമ്മളും എടുത്ത് അങ്ങനെ അവരുടെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നാളെ റാണിക്കകത്ത് പോകുന്നുണ്ട്, അപ്പോൾ അവരുടെ സ്ഥലമാണ് അവിടെ. അപ്പോൾ കോണ്ടാക്ട് ഉണ്ടായാലും നല്ലതല്ലേ വെച്ച് അവരുടെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടീ ഗാർഡനിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് അടുത്താണ്, 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. മൊത്തം താഴോട്ടില്ല ഇറക്കാട്ടാ. ഇവിടെ സൈക്ലിംഗ് ചെയ്യുന്ന ടീമൊക്കെ ഉണ്ട്. ഇറക്കാണ്, അടിപൊളി ഇറക്കാണ്. കാറ്റാടി മരം, കാറ്റാടി തന്നെയല്ലേ ഇത്? കാറ്റാടി തണുപ്പ് കൂടി വരുന്നുണ്ട്, നല്ല തണുപ്പാണ്. മനുഷ്യന്മാരല്ലേ, നമ്മളെ പീടിയിലേക്ക് ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. തിരിച്ച് നമ്മൾ പോകുമ്പോഴെടുത്താൽ മതില്ല. അസൂയും കൂശുമ്പോ ഇല്ല പരസ്പരം. നാട്ടിലങ്ങനത്തെ പീജിട്ടുണ്ടാവും അല്ലേ? ഞാൻ അജ്മീർ പോയ സമയത്ത് 3 ഷൂ ഒക്കെ ചോദിച്ചത് 300 രൂപയാണ്. നമ്മൾ വന്ന് ഇപ്പോൾ താഴെ എത്തി. ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പ് പോലത്തെ സംഭവമാണ്. കുറേ വീടുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വണ്ടി, ചെറിയൊരു ടൗൺ ഏരിയ എന്നാ തോന്നുന്നു. എങ്ങോട്ടാ വെച്ചപ്പോ ഉറപ്പാ കേൾക്കണ? ഒരുപാട് വീടുകളും ആൾക്കാരൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലമാണ്. തന്നെ 1 കിലോമീറ്ററാണ് പറഞ്ഞത്. നമ്മൾ പോകുന്ന വഴിക്കാണ്, ഏകദേശം അത്രേ പോകാനുള്ളൂ. വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് തേയിലത്തോട്ടങ്ങൾ. മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. അതിൽ വണ്ടി ഇവിടെ വെക്കുന്നുണ്ട്. ചെറിയ സംഭവമാണ്. ഇവിടെ ഇതിൻ്റെ പ്രോസസ്സിങ് ഫാക്ടറിയും പിന്നെ ടീ ഗാർഡൻസ് ഉണ്ട്. അത് തേയിലത്തോട്ടം. നമ്മുടെ നാട്ടിൽ ഇത് കാണാത്ത സംഭവമൊന്നുമല്ല, പക്ഷേ ഇവിടെയും വന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞേരത്ത് ഇതെല്ലാം കാണാൻ വെച്ചു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് കൂടിയാണ്, ഒരുപാട് ആൾക്കാർ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം. അതിൻ്റെ ഓഫീസാണിത്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു. ഞാനും ചോദിച്ചു നോക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം, 40 രൂപേൻ്റെ ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്.
നമ്മൾ ഇവിടെ വരാൻ ലേറ്റായി, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗാർഡൻസ്. ഇവിടെ നിന്ന് തന്നെ ഇത് കൃഷി, പിന്നെ പ്രോസസ്സിങ് സെൻറ്റർ. നമ്മൾ തേയിലത്തോട്ടം നാട്ടിലെ മൂന്നാറും ഒക്കെ പോകുമ്പോൾ ഒരുപാട് കാണുന്നതാണ്. അതുപോലെ ആസാമിലൊക്കെ ഉണ്ട് സംഭവം, തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ സാധനം പ്രതീക്ഷിച്ചല്ല, അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഏതായാലും കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇവിടെയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രോസസ്സിങ്, പിന്നെ അവിടെ നിന്ന് സപ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ, സെയിൽസൊക്കെ ഉണ്ട്. കുറേ ഏരിയയിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് ഇന്ന് വൈകുന്നേരം നൈനിറ്റാളിലേക്ക് പോകും. വൈകുന്നേരം ആയി, സമയം 5 മണി 6 മണി ആയി, തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടാ, ലെഫ്റ്റ് ഓർ റൈറ്റ്? നോൺ മിഷൻ. ഫുള്ളി ഗ്രീനറിയാണ്, പിന്നെ നോ സ്മോക്കിംഗ് സോണാണ്. ഇവിടെയൊക്കെ ശാലമാരി പരന്ന് കിടക്കുന്ന ടീ ഗാർഡനാണ്. പിന്നെ അവിടെ ഒരു ഡേഞ്ചറസിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് മറ്റേ ഹെവി ലൈന് കടന്നു പോകുന്ന സംഭവമാണ്, അതുകൊണ്ട് അവിടെ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഒരു ആൾക്കാർ ഒന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി, കാരണം അവിടുന്ന് കുറച്ച് ടെമ്പിളിൽ കുറച്ച് ടൈമായിപ്പോയി. ഇവിടെ തേയില നുള്ളുന്ന 2-3 ലേഡീസിൻ്റെ ഫോട്ടോ. അതൊരു എന്താ പറയണ്ട, ഒരു സ്കൾപ്ചർ പോലത്തെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാസ്റ്റർ പാരീസാണെന്നാണ് തോന്നുന്നത്. പെയിൻറ്റിങ് അല്ല, ഒരു മോഡൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് ചെക്ക് ചെയ്തു. തേയില ചെക്കിങ്, ടിക്കറ്റ് ചെക്ക് ചെയ്തു. ഇവിടെ ഒരു ഇതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ അങ്ങോട്ട് താഴോട്ടൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ വരുന്നത്. നമ്മളും ഇതിൻ്റെ തേയിലത്തോട്ടം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇവിടെയൊക്കെ ആസാം പോയത് കണ്ടില്ല, പക്ഷെ അന്നേരം വീഡിയോ എടുത്തിട്ടല്ലോ. ഇവിടെയൊക്കെ ആൾക്കാർ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കണ്ട പോലത്തെ ഒരു നല്ല അടിപൊളി വർക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരത്തേക്കും പോകില്ല, ജസ്റ്റ് നമ്മളെല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരുപാട് ആൾക്കാർ വരുന്ന സ്പോട്ട് ആയതുകൊണ്ട്. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടീ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും, തേയില ഓക്കെ. അതുകൊണ്ട് ഇതൊരു വലിയൊരു നല്ലൊരു സ്പോട്ടായി മാറി. കാരണം ആൾക്കാർക്ക് ഇപ്പം പുതുമയുള്ള സാധനം, ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഫേമസ് ആയത്. നമ്മളിപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെയുള്ള സൗത്തിലൊക്കെ ഈ സാധനം എന്താ പറയുക, കാപ്പിയും അതുപോലെ തേയിലൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. പക്ഷെ കാണാത്തവർക്ക് എന്തായാലും അതൊരു പുതുമയുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ചെറിയ വീഡിയോ ആയിരിക്കും, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് ചന്ദ്രൻ വന്നു തുടങ്ങി, അസ്തമിച്ചു. യെസ്, കുറച്ച് ഫോട്ടോസ് ഈ ഒരു ഈവനിങ് ലൈറ്റിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മളിപ്പം തിരിക്ക് വിടുന്നു. ചെറിയ വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇനി നേരെ നൈനിറ്റാളേക്കാണ്. അവിടെ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, കുറച്ച് ട്രക്ക് ചെയ്യാണ്ട്. അതായത് റോഡിൽ നിന്ന് കുറച്ച് 1-2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് ട്രക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് സ്റ്റേ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. മതി, ഒരുപാട് ദൂരം പോണ്ട. വീഡിയോ ആണ് മാഷേ, എനിക്ക് അടിപൊളി സംഭവം കേട്ടാ. അസ്തമിച്ചു, ചന്ദ്രൻ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ അവരൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കുഞ്ഞുമുണ്ട്. ചെറിയ കുഞ്ഞെന്തല്ലോ കുറുമ്പ് കളിക്കുന്നുണ്ട്. നമ്മൾ പോകായി, പിന്നെ ഇരുട്ടായി. പ്രത്യേകിച്ച് ഇനിയിപ്പം ഷൂട്ട് ചെയ്യാനൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള
തേയിലയൊക്കെ കിട്ടുന്നതാണ്. അവർ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സാധനം പ്യൂറസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നല്ല റേറ്റ് ഉണ്ടാവും. ഇപ്പം മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടുന്ന പോലെ തന്നെ ഇവിടെയും റേറ്റ് ഉണ്ടാവും. നമ്മളിന്നെ റേറ്റ് ഒന്നും ചോദിച്ചില്ല, വാങ്ങേണ്ട ആവശ്യമില്ല. അതെ, ഓക്കെ. 600, 800, 1000 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് സെൻറ്റർ. മൊത്തം ഗ്രീൻ കളറിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഉത്തരാഖണ്ഡ് ടീ ആൻഡ് ഗാലറി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് വീണ്ടും പുറത്തേക്ക് അതിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കോറക്കൽ ടീ ഫാക്ടറി നൈനിറ്റാൾ. ഓക്കെ, പോവാ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഇനി അവിടെ പോയി നൈനിറ്റാളിൽ സ്റ്റേ ചെയ്യും. ഓക്കെ, എന്താ വ്യൂ നോക്കിയേ, ഈവനിങ് ആയി. അടിപൊളിയായില്ല, നല്ല വ്യൂ ആണ്. നമ്മൾ വീണ്ടും ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചത്. അതിനിപ്പോൾ എടുക്കണം, എടുത്തിട്ട് പോകണം. നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത സ്ഥലമാണ്. യൂണിവേഴ്സിറ്റീൻ്റെ ക്യാമ്പസൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഏകദേശം വൈകുന്നേരമായി. നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ്. സജീർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചപ്പോൾ നമ്മൾ നേരെ നൈനിറ്റാളിലേക്ക് വിടും. അവിടെ ക്യാമ്പിങ്ങിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോകണം. നോക്കട്ടെ, ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും രാത്രിയാവും. ഇനി ഒരു 10-16 കിലോമീറ്റർ ഓടാണ്ട്. അത് നല്ല ലൈറ്റ് ലോ ലൈറ്റ് പിക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്റ്റാൻഡ് സംഭവങ്ങൾ കാണിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളേതായാലും ചായ കുടിച്ചിട്ട് ഇവിടുന്ന് നൈനിറ്റാളിലേക്ക് മൂവ് ചെയ്യാൻ പോകാനുള്ള പരിപാടിയാണ്. നമ്മളങ്ങനെ ചായ കുടിച്ചു. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി വ്യൂ അല്ലേ? സ്കൈ ഒക്കെ നല്ല ചുവന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നൈനിറ്റാൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നൈനിറ്റാൾ ലേക്ക്, മെയിൻ സിറ്റിയാണ്. ലൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടോ അറിയില്ല, പക്ഷേ ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആയിട്ടാ. ഫുള്ള് കളറ്, ലൈറ്റിൻ്റെ കളറ്. നമ്മളിവിടെയെല്ലാം സ്റ്റേ ചെയ്യുന്നത് നമ്മളൊരു ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്താണ്, ഒരു ഫോറസ്റ്റിനുള്ളിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് സിറ്റിയിൽ നമ്മൾ റൂം എടുത്തിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ 4000-5000 റുപ്യൊക്കെയാണ് ഹോട്ടൽ ബുക്കിംഗ് ഇത് റേറ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സിറ്റിയിൽ റൂം എടുത്തില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഈ ഒരു നൈറ്റ് വ്യൂ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. അടിപൊളി സംഭവം അല്ലേ? എന്താ അതിൻ്റെ ഒരു വൈബ് നോക്കി. ഇതാണ് നൈനിറ്റാൾ സിറ്റി കേട്ടോ. ഓക്കെ, നമ്മളിനി ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്.